രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധർമ്മപദം ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. 21ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി രാധയുടെ കഥയാണ്. ജനനം മുതൽ മരണം വരെയുള്ള കഥ വളരെ റിസർച്ച് ചെയ്ത് അടുക്കിന് നമ്മൾ എഴുതിയിരിക്കുകയാണ്, അവതരിപ്പിച്ചിരിക്കുകയാണ്. 102 എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച ദിവസമാണ് മോക്ഷം കിട്ടാൻ ശ്രീബുദ്ധൻ്റെ ധർമ്മപദത്തിൻ്റെ ക്ലാസ്. ഇതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, എന്നെ വിളിച്ചാൽ മതി. 96453339. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്നിരിക്കത്തില്ല. അതേ കണക്ക് ഇതിനകത്ത് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. നിശ്ചയമായും എല്ലാ കുടുംബത്തിലെ അംഗങ്ങളും അത് കണ്ടിരിക്കേണ്ടതാണ്.
അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീബുദ്ധന്റെ ധർമ്മപദം മോക്ഷത്തിന്റെ കവാടമാണ്. ഓം മഹാഗണപതേ നമഃ. ഓം മണിപത്മേ ഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ തന്നെ ഇതിനകത്ത് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായതെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും അത് കാണണം. ഇന്നത്തെ നമുക്ക് ബുദ്ധന്റെ ധർമ്മപദം. അതിനു മുമ്പ് ഞാൻ നേരത്തെ ചൊല്ലിയ ഓം മണിപത്മേ ഹും അതീവ പ്രപഞ്ചത്തിലെ അസാധാരണമായ ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ബുധനാഴ്ച ഇറക്കിക്കഴിഞ്ഞു. ആ മഹാമന്ത്രത്തെ നശിപ്പിക്കാൻ ഒരു ദുഷ്ടരാജ്യം ശ്രമിക്കുന്നുണ്ട്. അതാണ് ചൈന എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇറക്കിയ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള മന്ത്രമേത്, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യമേത് എന്ന വീഡിയോ കാണണേ നിങ്ങൾ. കാരണം നിങ്ങൾക്ക് മോക്ഷത്തിന് സഹസ്രതല പത്മങ്ങൾ വിടരാൻ, കുണ്ഡലിനി ശക്തി ഉണരാൻ അസാമാന്യമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു മന്ത്രമാണ്. ആ മന്ത്രം ജപിക്കുമ്പോൾ എങ്ങനെയാണ് സഹസ്രദള പത്മങ്ങൾ വിരിയുന്നതെന്ന് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ ഇന്ന് നമുക്ക് വലിയ അറിവ് നൽകുന്ന ഒന്നാണ് തരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തത് നിങ്ങൾ എവിടെ നിപതിച്ചു എന്നും, നിപതിക്കുക താഴെ വീഴുക, നിങ്ങൾ എവിടെ വീണു എന്ന്. അപ്പം നിങ്ങൾ എവിടെ നിപതിച്ചു എന്നും എവിടെയെല്ലാം നിപതിക്കാമെന്നും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് കാല് തെറ്റി വീഴുന്നതെന്നും എവിടെയൊക്കെ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്നും വിവേകി നിങ്ങളോട് പറയുന്നു. അറിവുള്ളവൻ നിങ്ങളടുത്ത് പറയും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ പലപ്പോഴും നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ടെന്ന് വിവേകി പറയും. അമൂല്യ രഹസ്യങ്ങൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അമൂല്യമായ രഹസ്യമാണ് ഈ വിവേകി പറഞ്ഞു തരുന്നത്. അത്തരത്തിൽപ്പെട്ട വിവേകികളാണ് ആരെന്ന് പറയുന്നത് ശ്രീബുദ്ധനും വർത്തമാന മഹാവീരനും ജീസസ് ക്രൈസ്റ്റും അല്ലാഹുവും ഒക്കെ അത്തരത്തിൽപ്പെട്ടവരാണ്. അവനെ പിന്തുടരുക, ആ പാത പിന്തുടരുക. അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ വീണു, നിപതിച്ചു, എവിടെയൊക്കെ വീഴാം എന്ന് വിവേകി പറയും. ആ പറയുന്നവന്റെ പാത പിന്തുടരുക. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് വരികൾക്കിടയിൽ ഒരുപാട് കാര്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ the wise man tells you where you have fallen, where you have fallen and where you yet may fall, and invaluable secrets. Follow him, follow the way. ഇതാണ് പറയുന്നത്. അപ്പോൾ പറയുകയാണ് അറിവുള്ളവൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എവിടെയൊക്കെ വീഴാം. ശ്രദ്ധിച്ചു കേട്ടോണം. ബൈബിളിലെ പ്രശസ്തമായ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. ജ്ഞാനവൃക്ഷത്തിലെ പഴം തിന്ന നിമിഷം ആദമും ഹൗവവും നിപതിച്ചു. അവർ സ്വർഗരാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഇല്ലേ? അറിവിന്റെ കനി തിന്നപ്പോഴാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കുക. അതിമനോഹരമായ ഒരു കഥയാണത്. അതൊരിക്കലും നിങ്ങൾ കരുതരുത് ഇങ്ങനെ ഏദൻ തോട്ടത്തിൽ കുറെ പഴങ്ങളൊക്കെ നിരന്നു നിന്നിരുന്നു എന്നും അതിനകത്ത് കുറെ പഴം തിന്ന
ഈ പഴം മാത്രം തിന്നരുതേ എന്ന് പറയുകയും ആ ഒരു പഴം പിച്ചി തിന്നതുകൊണ്ട് അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ മൂഢസ്വർഗത്തിലാണ്. അസാധാരണമായ അർത്ഥമാണ്. അതായത് അറിവിൻ്റെ കനി തിന്ന നിമിഷം അവരുടെ ഏതാണ് നിഷ്കളങ്കത നഷ്ടപ്പെട്ടു. അതുവരെ അവർക്ക് ശിശു സഹജമായ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. എന്താണ് ഈ അറിവെന്ന് പറയുന്നത്? അറിവെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ കിട്ടുന്ന ഒരറിവുണ്ട്. ആ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അത് യഥാർത്ഥ അറിവല്ല. ഓർമ്മിക്കുക, യഥാർത്ഥ അറിവെന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് തേടുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, എവിടെ നിന്നാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കയറിയത്, ഈ ഭൂമിയിൽ വന്ന ഞാൻ ഒരു ദിവസം ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടേക്കോ പോകുന്നു. അപ്പോൾ ഈ ശരീരത്തിനകത്തൊരാളുണ്ട്. ആ ആള് ഈ ശരീരം നശിച്ചു കഴിയുമ്പോൾ എങ്ങോട്ടേക്കോ പോകുന്നു. അപ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം ഒന്ന്, ഈ ശരീരത്തിനകത്ത് ഒരാളുണ്ടെന്നറിയുക. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഒരാള്, ഒരു കക്ഷി എന്ത് ചെയ്തിരിക്കുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അതൊരു ശരീരത്തിനകത്തേക്ക് അമ്മ അതിനെ രൂപപ്പെടുത്തിയെടുത്തു. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊരാൾ പുറത്തു പോകും. അപ്പോൾ ഓരോ മനുഷ്യനും അറിയണം നമ്മുടെ ഉള്ളിൽ ഒരു കാര്യമുണ്ട് എന്നറിയണം. അവനെ പിടിച്ചാൽ നിങ്ങൾക്ക് ഏതിൻ്റെ ഉത്തരം കിട്ടും? നിങ്ങൾ എവിടുന്ന് വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്ന ഉത്തരം കിട്ടും. ഈ അറിവിനെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഈ അറിവില്ലാതെ നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ നിങ്ങൾ അഭ്യസിക്കുന്ന ഒരു വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു കഴിഞ്ഞു എന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. ഓർമ്മിക്കുക, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ പഠിക്കാൻ വിടണ്ട എന്നല്ല. പിന്നെയോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുഞ്ഞുനാൾ തൊട്ടേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ ആ തോന്നലുണ്ടാക്കണം, നിന്റെ ഉള്ളിൽ ഒരാളുണ്ട്, ആ ആളെ കണ്ടെത്തണം. അതിനുവേണ്ടി കുട്ടിക്കാലം തൊട്ടേ ധ്യാനം ശീലിപ്പിക്കണം. തിബറ്റുകാരങ്ങനെയാണ്. അവർ ദിവസം കുട്ടികൾക്ക് 1-2 മണിക്കൂർ അവരെല്ലാ ദിവസവും ധ്യാനം ചെയ്യിപ്പിക്കും. ആഴ്ചയിൽ ഒരു ദിവസം 24 മണിക്കൂറും ചെയ്യിപ്പിക്കും. അതുള്ളവൻ വേണം വിദ്യ അഭ്യസിക്കാൻ. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭഗവത്ഗീത ഡോക്ടർമാർ നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് ജയിക്കാത്തവന് അവിടെ ഒരിക്കലും ഡോക്ടറാകാൻ പറ്റില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഓരോ മതത്തിൻ്റെയും, ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയൊക്കെ നന്മ നിറഞ്ഞ പാഠങ്ങൾ പഠിപ്പിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വേണമെന്ന നിയമം ഉണ്ടാക്കണം. അതില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോക്ടർമാരൊക്കെ ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. അപ്പം നിങ്ങൾക്ക് അറിവ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിഷ്കളങ്കനല്ലാതായി തീരുന്നു. സ്കൂളുകളിലും കോളേജുകളിലുമുള്ള അറിവ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മഴവില്ല് കാണുമ്പോൾ എന്തൊരു സന്തോഷം, കടലിൻ്റെ നീല നിറം കാണുമ്പോൾ എന്തൊരു സന്തോഷം, പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുമ്പോൾ എന്തൊരു സന്തോഷം. അറിവ് കിട്ടുന്നതോടുകൂടി മഴവില്ല്, അത് ജലഗണങ്ങൾ അല്ലേ, പ്രകാശരശ്മികൾ ആ അറ്റ്മോസ്ഫിയറിലെ ജലഗണങ്ങളിലൊക്കെ തട്ടുമ്പോൾ പ്രകീർണനം, റിഫ്രാക്ഷൻ സംഭവിക്കുന്നതാണ്. കടലിൻ്റെ നീല നിറം, അതും അതേ കണക്ക് തന്നെ ജലത്തുള്ളികൾ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതിനെയൊക്കെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നു എന്നും പറഞ്ഞൊരു തിയറി. അപ്പം അതോടുകൂടി എന്ത് സംഭവിക്കുന്നു, മഴവില്ല് കണ്ടിട്ടൊരു കുട്ടി എന്ത് മനോഹരമെന്ന് പറയുമ്പോൾ
അറിവ് നേടി എന്ന് വിചാരിക്കുന്നവൻ പറയും, ഏയ് അങ്ങനൊരു സാധനമില്ല, അത് വെറും തോന്നലാണ്. കണ്ടോ, അവിടെ വെച്ച് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. നിങ്ങൾ യഥാർത്ഥ അറിവില്ലാതെ ആദമും ഔവയും രുചിച്ച ആ അറിവ്, അതാണ് കോളേജ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അറിവ്. അതോടുകൂടി, അത് നേടുന്നതോടുകൂടി നിങ്ങൾക്ക് ജോലി കിട്ടണം, പണം വേണം, പദവി വേണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു വൃത്തികെട്ടവനായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധപ്പതിക്കുന്നു. നിഷ്കളങ്കനായിരിക്കണം. നിഷ്കളങ്കനല്ലാത്തവന് അറിവെപ്പോഴും എന്താണ്? അപകടകരമാണെന്ന സത്യം അറിയുക. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കോവളത്ത് പോയാൽ കപ്പലണ്ടിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിഷ്കളങ്കനായതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് സംസാരിക്കുന്നില്ലേ? എന്തോന്ന്, സ്പോക്കൺ തമിഴും പഠിച്ചോണ്ടാ പോകുന്നത്? അല്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് തമിഴിനെ കുറിച്ച് ഒന്നും അറിയില്ല, നിഷ്കളങ്കനാണ്. അവിടുത്തെ പ്രസൻറ്റും അറിഞ്ഞൂടാ, പാസ്റ്റ് ടെൻസും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. തമിഴിനേക്കാൾ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ മുറി വൈദ്യൻ ആളെ കൊല്ലും. നിങ്ങൾ അവിടെ കുറച്ച് കാര്യം പഠിച്ചു. ഗോ അറിയാം, വെന്റ് അറിയാം, ഗോൺ അറിയാം, കുഡ് ഗോ അറിയാം, ഷുഡ് ഗോ അറിയാം, അല്ലേ, മസ്റ്റ് ഹാവ് ഗോൺ അറിയാം. എന്നാൽ ഇതൊക്കെ എവിടെ കേൾക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ധാരണകൾ കണ്ടില്ലേ? അറിവ് വന്നപ്പോൾ തീർന്നു. നിങ്ങൾ നിഷ്കളങ്കനായി. പ്രസന്റും പാസ്റ്റും ഒന്നും തമിഴിൽ അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ ഏത് സംസാരിച്ചു? തമിഴ് സംസാരിച്ചു. കോവളത്തെ കപ്പലണ്ടിക്കാരന് ഗോ കേട്ടാൽ വെന്റ് ഉണ്ടെന്നറിയില്ല. അവൻ അറിവില്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നന്നായിട്ട് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത് നിങ്ങളെ അധപ്പതനത്തിലേക്ക് നയിക്കുന്നു. അതേസമയം നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ടെന്നും ആ ആളിനെ കണ്ടെത്തണമെന്നും ഞാൻ ആരാണ്, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, അതും കൂടെ കണ്ടെത്തണം എന്ന ഉറപ്പുള്ളവൻ കോളേജ് വിദ്യാഭ്യാസം ചെയ്താലും അവൻ ഒരിക്കലും അധപ്പതിക്കുന്നില്ല. ഇവിടെ ബുദ്ധൻ നമ്മുടെ ബോധത്തെ അട്ടിമറിക്കുന്ന ഒരു കാര്യം പറയാൻ പോവുകയാണ്. ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ ബുദ്ധനെ വിശ്വസിച്ചുകൊള്ളൂ, പക്ഷേ ബുദ്ധിസ്റ്റ് ആകരുത്. നിങ്ങൾ കൃഷ്ണനെ വിശ്വസിച്ചുകൊള്ളൂ, പക്ഷേ ഹിന്ദു ആകരുത്. നിങ്ങൾ ജീസസിനെ വിശ്വസിച്ചുകൊള്ളൂ, ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊള്ളൂ, ക്രിസ്ത്യാനി ആകരുത്. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചുകൊള്ളൂ, മുസൽമാനാകരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? അതായത് നിങ്ങളൊരു ഹിന്ദു ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹിന്ദു മതത്തിൽ മാത്രമാണ് ദൈവീകത, മറ്റൊന്നിലും ഇല്ല എന്ന് വരും. നിങ്ങളൊരു ക്രിസ്ത്യാനി ആണെങ്കിലോ നിങ്ങളൊരു ബുദ്ധിസ്റ്റ് ആണെങ്കിലോ ഒക്കെ അത് മാത്രമാണ് ഏറ്റവും വലുത്, മറ്റൊന്നും ഇല്ല എന്ന് പറയും. അപ്പം നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ അധപ്പതനം തുടങ്ങുന്നു. കാരണം ഞാൻ ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷനായിരിക്കണം. ഒരു ഫുട്ബോൾ കളി നിയന്ത്രിക്കുന്ന റെഫറി നിഷ്പക്ഷനായിരിക്കണം. ഈ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ അയാൾക്ക് ഒരു ടീമിനോട് ചായ്വുണ്ടെങ്കിൽ അവിടെ വെച്ചത് അവസാനിക്കുന്നു. അപ്പോൾ പറയാം, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ ആശ്രയിക്കരുത്. ക്രിസ്തു പറഞ്ഞ കാര്യത്തിലൂടെ സ്വയം ഞാൻ ആരെന്ന് കണ്ടെത്തുക. നിങ്ങൾ കൃഷ്ണനിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ബുദ്ധനിൽ വിശ്വസിക്കുക. പക്ഷേ ബുദ്ധനെയും കൃഷ്ണനെയും ആശ്രയിച്ചു കൊണ്ടിരിക്കരുത്. അവര് പറയുന്നത് കേട്ടിട്ട് നീ സ്വയം കണ്ടെത്തണം എന്നാണ് ആര് പറയുന്നത്? ശ്രീബുദ്ധൻ പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറയും ബൈബിള് അതനുസരിച്ച് മാത്രം ജീവിക്കണം, അതാണ് ദൈവീകത, തീർന്നു. ഹിന്ദുക്കൾ പറയും ഭഗവത്ഗീത അല്ലെങ്കിൽ വേദങ്ങൾ, അതിനപ്പുറത്തേക്ക് പോകരുത്, തീർന്നു. ഇതേ കണക്ക് മുസ്ലിങ്ങളും പറയും, ബുദ്ധിസ്റ്റുകളും പറയും. ഇത് മതത്തിൻ്റെ കാര്യം മാത്രമല്ല. റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാലോ അവരെ ജനങ്ങൾക്ക് ഡാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഏംഗൽസിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പഠിക്കുക. അവിടെ ദൈവീകതയില്ല. ചൈനക്കാരുടെ ബൈബിൾ എന്ന് പറയുന്നത് ആരാണ്? മാവോ സേ തൂങ്ങിൻ്റെ റെഡ് ബുക്കാണ്. അവർ പറയും റെഡ് ബുക്ക് വായിക്കൂ, കമ്മ്യൂണിസം പഠിക്കൂ, മാവോ സേ തൂങ്ങിൻ്റെ ആശയങ്ങൾ നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ചൈനക്കാർ മടുത്തു ഈ മാവോ സേ തൂങ്ങിൻ്റെ വിഡ്ഢിത്തം പറഞ്ഞ്. എന്തുകൊണ്ട്? അയാൾക്കൊരിക്കലും തൻ്റെ ഉള്ളിലൊരു ഞാനുണ്ടെന്നറിയില്ല.
ഈ ഞാൻ എവിടുന്ന് വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, അത് കണ്ടുപിടിക്കണമെന്ന് മാവോസേ തൂങ്ങിന് അറിയില്ല. അയാൾ വെറും പണ്ഡിതൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചൈനക്കാരും മടുപ്പിലാണ്. അപ്പോൾ ബുദ്ധൻ പറയുന്ന ഒരു വലിയ തത്വമെന്ന് പറയുന്നത് ഇതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അല്ല യുവാക്കളും യുവതികളും ആലോചിക്കുക. നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചു നിൽക്കുവോളം കാലം മോക്ഷം കിട്ടില്ല. നിങ്ങളുടെ വിചാരം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടും, മരിക്കുന്ന സമയത്ത് ദൈവത്തെ ഓർത്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, അതുവരെ എങ്ങനെ വേണമെങ്കിലും നടക്കാം. മനസ്സിലായില്ലേ? എന്നും അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ മോക്ഷം കിട്ടും, കിട്ടില്ല. നിങ്ങൾ മന്ത്രം ചൊല്ലിയാലോ അതേ കണക്ക് അമ്പലത്തിലോ പള്ളിയിലോ പോയാലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കണമെന്നറിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നെ ആശ്രയിക്കാതെ. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് സ്വയം നിന്നെ കണ്ടെത്തേണ്ടത്. അതെങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നോക്കേ, ബുദ്ധന്റെ അന്ത്യവചനം തന്നെ സ്വയം വെളിച്ചമാവുക എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വയം, വേറൊരാൾ പകർന്നു തരുന്നതല്ല. ബുദ്ധന്റെ അവസാനമായപ്പോൾ ശിഷ്യന്മാരെല്ലാം നാലു ചുറ്റും കൂടി കരയാൻ തുടങ്ങി. ആനന്ദൻ കരഞ്ഞു. ആനന്ദൻ പറഞ്ഞു, എനിക്ക് ഇതുവരെയും ബോധോദയം കിട്ടിയിട്ടില്ല, എനിക്ക് അവബോധം കിട്ടിയിട്ടില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ കരച്ചിൽ നിർത്തൂ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആനന്ദ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു നീ എന്നെ ആശ്രയിക്കരുത്, എന്നെ ആശ്രയിക്കരുത്. എന്നെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് മോക്ഷം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്ക്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നീ അതിലൂടെയാണ് നീ സഞ്ചരിക്കേണ്ടത്, അല്ലാതെ എന്നെ ആശ്രയിച്ചതാണ് കുഴപ്പം. അതുകൊണ്ട് നീ ഇനിയെങ്കിലും എന്നെ ആശ്രയിക്കുന്നത് നീ നിർത്തൂ. അപ്പൊ ശിഷ്യന്മാർ കരയാൻ തുടങ്ങി. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും പറ്റിയ കുഴപ്പം എന്താ? നിങ്ങൾ എന്നെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പൊ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? നോക്കൂ, നിങ്ങളോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു എന്നെ ആശ്രയിക്കരുതേ എന്ന്. അന്ന് മാത്രവുമല്ല, എന്നെ മനസ്സിലാക്കിയ ആളുണ്ട്, മഞ്ജുശ്രീ. ബുദ്ധന്റെ മറ്റൊരു ശിഷ്യനാണ് മഞ്ജുശ്രീ. നിങ്ങൾ ആ മഞ്ജുശ്രീയെ നോക്കൂ, അവൻ എന്ത് ശാന്തനായിട്ടിരിക്കുന്നു. ഒരു മരത്തിന്റെ ചുവട്ടിൽ മഞ്ജുശ്രീ ശാന്തനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മഞ്ജുശ്രീയോട് ചെന്ന് ചോദിക്കൂ, എന്തേ മഞ്ജുശ്രീ കരയാത്തതെന്ന്. അപ്പോൾ ഈ ശിഷ്യന്മാരെ എന്ന് മഞ്ജുശ്രീയോട് ചോദിച്ചു, ബുദ്ധനിതാ ജീവൻ വെടിയാൻ പോകുന്നു, അങ്ങ് എന്തുകൊണ്ട് കരയുന്നില്ല? അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തിന് കരയണം? നോക്കൂ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഞാനിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പോലും മരിക്കത്തില്ല എന്ന്. പിന്നെ ബുദ്ധൻ എങ്ങനെ മരിക്കും? ഇവിടെ ബുദ്ധൻ ആ ശരീരത്തിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ലയിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു തവള അബദ്ധത്തിൽ ഒരു കുടത്തിലായി പോയി. ആ കുടത്തിൽ നിന്ന് പുറത്തു വരാൻ വയ്യ. ഇത് അനങ്ങുന്ന അനുസരിച്ച് ഈ കുടവും അനങ്ങും. കുറെ കഴിയുമ്പോൾ തവളയ്ക്ക് തോന്നും തവള എന്നത് ഈ കുടമാണെന്ന് തോന്നും. ഈ കുടത്തിന് എന്തെങ്കിലും വന്നാൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഈ കുടം അങ്ങ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ തവള രക്ഷപ്പെട്ടു. അതുപോലെ ബുദ്ധൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞു. നോക്കൂ, ബുദ്ധൻ ഏറ്റവും അവസാനമായി പറഞ്ഞ വാക്കിതാണ്, അപ്പാ ദീപോ ഭവ. പാലി ഭാഷയിലാണ് പറഞ്ഞത്. ബുദ്ധൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇതാണ്, അപ്പാ ദീപോ ഭവ. അവനവൻ തന്നെ വെളിച്ചമായി തീരൂ എന്നാണ് പറയുന്നത്. നീ എന്നെ ആശ്രയിക്കാതെ സ്വയം കണ്ടെത്തണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അത് കഴിഞ്ഞിട്ട് ബുദ്ധൻ പറഞ്ഞു, അങ്ങനെ പറയുന്നവനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ബുദ്ധനെ പിന്തുടരാനല്ല, ആ ആശയം പിന്തുടരാൻ. ഒരു സെൻ കഥയുണ്ട്. ഒരു മിസ്റ്റിക് ഉത്സവം നടക്കുകയാണ്. ആ സമയത്ത് ഒരു സെന്നിലെ സന്യാസി എന്ത് ചെയ്യുന്നു? അതങ്ങ് ആഘോഷിക്കുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പൊ അവിടെ ഒരു നിയമമുണ്ട്, ഗുരു ഉള്ളവൻ മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ മിസ്റ്റിക് ഉത്സവം ആഘോഷിക്കാവൂ.
അപ്പൊ എല്ലാവരും പറഞ്ഞു നിനക്കൊരു ഗുരു ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ്? നീ ഗുരുവാകാൻ വേണ്ടി ബൊഗുജു എന്ന് പറയുന്ന ആചാര്യനെ സമീപിച്ചു. നിന്റെ ശല്യം കാരണം നിന്നെ പലപ്പോഴും അദ്ദേഹം അടിച്ചിറക്കി. ഒരു ദിവസം ജനലിലൂടെ നിന്നെ എടുത്ത് പുറത്തെറിഞ്ഞു. അപ്പൊ നിനക്ക് ഗുരു ഇല്ലല്ലോ. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ, അദ്ദേഹം എൻ്റെ ഗുരുവാണ്, അദ്ദേഹം എന്നെ ഒരു പാഠമാണ് പഠിപ്പിച്ചത്. നീ എന്നെ ആശ്രയിക്കാതെ അദ്ദേഹം എന്നെ ശിഷ്യനാക്കിയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാർബൺ കോപ്പിയായി പോയേനായിരുന്നു. എന്നെ അദ്ദേഹം വെളിയിൽ കളഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. നീ എന്നെ ആശ്രയിക്കാതെ നീ തന്നെ നിന്നിലെ ഉള്ളിലിരിക്കുന്ന ആളിനെ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാര് എല്ലാം കരുതുക, നിങ്ങൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഇതൊക്കെ കളയുക. ഇതൊന്നും നിങ്ങളുടെ ആത്മാവിനില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആള് ഹിന്ദുവുമല്ല, മുസൽമാനുമല്ല, ക്രിസ്ത്യാനിയുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, ആ ആളിനെ കണ്ടെത്തണം. അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തകൾ അടക്കിയാൽ ആ നിമിഷം കണ്ടെത്താം. നിങ്ങൾ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുകയും ഒന്നും വേണ്ട. ഓർമ്മിക്കുക, ചിന്തകളെ എങ്ങനെ അടക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം? അവന് എപ്പോഴും ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒന്നും പഠിപ്പിക്കുന്നതല്ല ആത്മീയ വിദ്യാഭ്യാസം. പിന്നെയോ ചിന്തകളെ അടക്കാൻ പഠിപ്പിക്കണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമാണ് ചിന്തകളെ അടക്കാൻ പഠിപ്പിക്കുന്നതിനെയാണ് അടിസ്ഥാന യഥാർത്ഥ ജ്ഞാനം. അതാണ് ആ ചിന്തകൾ ആദയ്ക്കും ഔവയ്ക്കും വന്നപ്പോഴാണ് അവർ സ്വർഗരാജ്യത്ത് നിന്ന് പുറന്തള്ളപ്പെട്ടതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കൊച്ചുകുട്ടികളെ എങ്ങനെയാണ് ചിന്തകൾ അടക്കാൻ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഒന്ന്, കുഞ്ഞുങ്ങളെ ചിത്രരചന പഠിപ്പിക്കണം. അപ്പോൾ അവർ പടം വരയ്ക്കുമ്പം വേറൊന്നും ആലോചിക്കത്തില്ല, അതിനകത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോൻ ഏത് ജോലി ചെയ്താലും വേറൊന്നും ചിന്തിക്കരുത് കേട്ടോ. എന്തെങ്കിലും ചിന്ത വരുന്നെങ്കിൽ അമ്മയുടെ അടുത്ത് പറയണേ എന്ന് പറയണം. കുഞ്ഞ് നിഷ്കളങ്കനായതുകൊണ്ട് പറയും. അവനെ ചെസ് ബോർഡ് കളിക്കാൻ പഠിപ്പിക്കണം. ചെസ് കളിക്കുമ്പോഴും അവൻ്റെ ചിന്ത വേറെ എങ്ങോട്ടേക്കും എന്ത് ചെയ്യത്തില്ല, വഴി തെറ്റുകയില്ല. അവന് പന്ത് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവനെ ഗോളിയാക്കണം. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ നിങ്ങളുടെ മക്കളോട് പറയണം, മോനെ നീ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ വേറൊന്നും ചിന്തിക്കരുത്, വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ അമ്മയടുത്ത് പറയണേ. അപ്പോൾ അവൻ പറയും. അപ്പോൾ നമ്മൾ പറയണം, ഇനി അങ്ങനെ ചിന്തിക്കരുത് മോനെ, ഇനി അങ്ങനെയുള്ള ചിന്ത വരാതിരുന്നാൽ മോനമ്മ മുട്ടായി വാങ്ങിച്ചു തരും. അപ്പോൾ അവൻ ആ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോകും. ഓർമ്മിക്കുക, ആ ചിന്തകളെ അടക്കാതെ മോക്ഷം കിട്ടില്ല. വേദങ്ങളും ഉപനിഷത്തുകളും കുറെ ആചാര്യന്മാർ പറയുന്ന ഉദ്ധരണികളും ബൈബിളും ഇതൊക്കെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പണ്ഡിതനാകും. ഒരു പണ്ഡിതനും ഇന്ന് വരെ സ്വർഗരാജ്യത്തെത്തിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ഒരു സ്വർഗരാജ്യത്ത് പുണ്യവാളന്മാർ വന്നു. ഓരോ പുണ്യാളന്മാരെ ആയിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാ മട്ടിൽ ഓരോരുത്തർ കയറുന്നു. ഒരാൾ വന്നപ്പോൾ കൊട്ടും പാട്ടും മേളവും ഒക്കെയായി സ്വീകരിക്കുക. അയാൾ ഒരു പണ്ഡിതനാണ്. അപ്പോൾ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ എന്നെ മാത്രം കൊട്ടും പാട്ടുമായിട്ട് സ്വീകരിക്കുന്നത്? ഇവിടെ വരാത്ത ഒരേ ഒരു വർഗം പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെപ്പോഴും നരകത്തിലാണ് പോകുന്നത്. നിങ്ങൾ മാത്രം എങ്ങനെയോ വഴിതെറ്റി വന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുകയാണ്. ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഒന്നും കാണാതെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ സ്വർഗരാജ്യത്ത് വരെ പ്രവേശിക്കും. പക്ഷേ മോക്ഷം അതിനും മേളിലാണ്. അത് നിങ്ങൾക്ക് ലഭിക്കില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എന്നിനെ കണ്ടെത്തി ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആര്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നത് കണ്ടെത്തണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യമൊക്കെ പാടാണ്. ഞാൻ പലതവണ പറഞ്ഞു, മലക്കറി അരിയുമ്പോൾ അത് മാത്രം, നടക്കുമ്പോൾ നടക്കുന്നതിൽ മാത്രം ചിന്തിക്കുക. ആ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടദേവന്റെ മന്ത്രം ഒന്ന് ചൊല്ലിക്കുക. അത് കോൺസെൻട്രേഷൻ കിട്ടാനാണ്. ഇപ്പം ഞാനാണെങ്കിൽ നടക്കുമ്പോൾ ഓം രാധായ സ്വാഗ, ഓം രാധായ സ്വാഗ. ആ മന്ത്രജപത്തിൻ്റെ അർത്ഥം
വേറെ ചിന്തകൾ വരാതിരിക്കാനാ. നിങ്ങളാകട്ടെ സഹസ്രനാമം എടുക്കും, അപ്പോൾ അത് കിൻഡൽ കണക്കിനുണ്ട്. അത് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം വേറെ ചിന്തകൾ വരും. പിന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം കൊണ്ട് എന്താ ഗുണം? ഓർമ്മിക്കുക, മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഏതാകുന്നു? മന്ത്രത്തിന്റെ പ്രയോജനം ചിന്തകളെ അടക്കുക. സഹസ്രനാമം വേറൊന്നും ചിന്തിക്കാതെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടാണ് ജപിക്കുന്നതെങ്കിൽ ഉത്തമം, തുടരുക. ഇല്ലെങ്കിൽ നിർത്തിയിട്ട് ഒരു കൊച്ചു മന്ത്രം, അപ്പം ഞാൻ ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഞാൻ മലക്കറി അരിഞ്ഞാലും ഓം രാധായേ സ്വാഹ, അരി കഴുകുമ്പോഴും ഓം രാധായേ സ്വാഹ, എന്നിട്ട് പഠിപ്പിക്കാൻ കയറുമ്പോൾ ആ പഠിപ്പിക്കുന്നതിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാർ ഓടിക്കുമ്പോൾ അതിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നിട്ട് ഇടയ്ക്ക് മനസ്സിൽ ഓം രാധായേ സ്വാഹ. അങ്ങനെ ചിന്തകളെ അടക്കുക. ചിന്തകളെ അടക്കിയാൽ എൻ്റെ അമ്മമാരെ, നിങ്ങൾക്ക് 60 വയസ്സുണ്ട്, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഈസിയാണ്. ഇനി എന്തോന്ന് ചിന്തിക്കാൻ? ഇത്രയും നാളും ചിന്തിച്ചില്ലേ? മതി. 60 വയസ്സുണ്ടെങ്കിൽ 59 വർഷം നിങ്ങൾ ചിന്തിച്ചില്ലേ? അത് മതി, ധാരാളം. ചിന്തകളെ അടക്ക്. നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ചിന്തകളെ അടക്കിയാൽ ആ നിമിഷം നിങ്ങൾക്കൊരു പ്രകാശം പകരും. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അതോടുകൂടി നിങ്ങൾക്ക് ഈ ജന്മം തന്നെ മോക്ഷം കിട്ടും. എൻ്റെ അമ്മമാർക്ക് ഇത് ചെയ്യാം. ഇനി പ്രയാസമൊന്നും പറയരുത്. ഇത്രയും നാളും ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടല്ലേ കുളിച്ചത് അമ്മമാരെ? ഇത്രയും നാളും പലതും ചിന്തിച്ചല്ലേ മലക്കറി അരിഞ്ഞത്? എന്നിട്ട് എന്ത് കിട്ടി? ചിന്തകൾ നിർത്തൂ. അപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അതിനെയാണ് അവബോധം. ആ അവബോധം നിങ്ങൾക്കുണ്ടാകണം. ഓർമ്മിക്കുക, വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗുണവും നമുക്കില്ല. a+b the whole square is equal to അല്ലേ a² + 2ab + b². ഇത് ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് പ്രയോജനം ചെയ്തിട്ടില്ല. sin² θ + cos² θ = 1. ചില്ലറ അടിയല്ല നമ്മൾ അതിന് വേണ്ടി കൊള്ളുന്നത്. sin² θ = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് സൈഡ്, cos² θ = adjacent സൈഡ് ബൈ ഹൈപ്പോട്ടനസ് സൈഡ്, tan² θ = ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent സൈഡ് എന്നൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? ജീവിതം രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ചിത്രം വരപ്പിക്കുക, ചെസ് ബോർഡ് കളിപ്പിക്കുക. മോൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പറയുക, മോനെ വേറെ എന്തെങ്കിലും ചിന്ത വന്നാൽ അമ്മയോട് പറയണേ, അവനെ ട്രെയിൻ ചെയ്തെടുക്ക്. അവനാകുമ്പം അധികം ചിന്തകൾ മുളച്ചിട്ടില്ല, വേഗം വരാൻ പറ്റും. അപ്പൊ ശ്രീബുദ്ധൻ ഇതിലൂടെ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ട യഥാർത്ഥ വിദ്യാഭ്യാസം എന്തെന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റേ വിദ്യാഭ്യാസം കൊടുക്കുക. അതോടൊപ്പം എൻ്റെ 60 വയസ്സും 65 വയസ്സുമുള്ള അമ്മമാരെ 6 മാസത്തിനുള്ളിൽ മോക്ഷം പ്രാപിക്കാൻ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഇന്ന് തൊട്ട് വേറൊന്നും ചിന്തിക്കരുത് അമ്മമാരെ. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുക. മനസ്സിൽ ഞാൻ ഉറങ്ങുകയാണെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുക. അല്ലെങ്കിൽ ഇഷ്ടദേവന്റെ മന്ത്രം ചൊല്ലി വേറൊന്നും ചിന്തിക്കരുത്. കുളിക്കുമ്പം പറയണം, ഇനി ഞാൻ വേറൊന്നും ചിന്തിക്കത്തില്ല. ആസ്വദിച്ച് കുളിക്കുക, ആസ്വദിച്ച് തിന്നുക. 60ഉം 70ഉം വയസ്സുള്ളവർക്ക് 6 മാസത്തിനുള്ളിൽ കിട്ടും. ഇവിടെ അമിതം ദൈവത്തെ ആശ്രയിച്ചാൽ കിട്ടില്ല. ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ ഉടനെ ആനന്ദന് അവബോധമുണ്ടായി. ബുദ്ധനെ ആശ്രയിച്ചു നിന്നപ്പോൾ ഏതുണ്ടായില്ല? ആനന്ദന് അവബോധമുണ്ടായില്ല. അതറിഞ്ഞിട്ടാണ് ബുദ്ധൻ പറഞ്ഞത്, ബുദ്ധനെ വിശ്വസിക്കൂ, പക്ഷെ ബുദ്ധിസ്റ്റ് ആകരുത്. ക്രിസ്തുവിനെ വിശ്വസിക്കൂ, ക്രിസ്ത്യാനി ആകരുത്. കൃഷ്ണനെ വിശ്വസിക്കൂ, ഹിന്ദു ആകരുത്. അള്ളാഹുവിനെ വിശ്വസിക്കൂ, മുഹമ്മദീയനാകരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുമാത്രം സത്യമെന്ന് കരുതി നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പൊ ഇന്ന് തൊട്ട് അതിനായിട്ട് ശ്രമിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.